നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം ആരോപിച്ച് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന ധർണ കെപിസിസി ജനറൽ സെക്രട്ടറി കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പടിക്കലാണ് കൂട്ടധർണ നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും 100 ദിവസത്തെ തൊഴിൽ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കെപിസിസി ജനറൽ സെക്രട്ടറി കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുക്കേണ്ട സ്ഥാപനങ്ങളാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ മാറ്റുവാനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത കേന്ദ്ര ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റും ശ്രമിച്ചതെങ്കിൽ ഇന്ന് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കുന്ന, കേരളത്തെ സംബന്ധിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെലവീതം സിദ്ധിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ ടി പാപ്പച്ചൻ, രാജൻ പൈനമോട്, ഷാജി നൂർനാട്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സുരേഷ് കുമാർ കൃപ, MK ബിജുമോൻ, സജി തെക്കേത്തലയ്ക്കൽ, ഷാജി ഖാൻ, ശ്രീകുമാർ അളകനന്ദ, SY ഷാജഹാൻ, പ്രകാശ് വള്ളികുന്നം, രാജീവ് കുമാർ, വന്ദന സുരേഷ്, S സാദിഖ്, സജീവ് പൈനമൂട്ടിൽ, ബിനു ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.